അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വേതനം 21,000 രൂപയായി നിജപ്പെടുത്തണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആശാവർക്കർമാർ നേരിടുന്ന പ്രതിസന്ധി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ രാജ്യസഭയിലും ഉന്നയിച്ചു. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ഗവർണർ. നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ നിർദ്ദേശം നൽകി. ആക്ഷൻ പ്ലാൻ വിശദീകരിക്കണമെന്നും ഗവർണർ. പ്രാഥമിക റിപ്പോർട്ട് ഇന്നോ നാളെയോ നൽകും. കരിപ്പൂരിൽ വൻ MDMA വേട്ട. 1665 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. മട്ടാഞ്ചേരിയിൽ മറ്റൊരു ലഹരി മരുന്ന് കേസിൽ പിടിയിലായ കരിപ്പൂർ സ്വദേശി ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് MDMA കണ്ടെത്തിയത്. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറിയ ആക്രമണം. മസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവിനുമാണ് മർദ്ദനമേറ്റത്. ലഹരി കേസിലെ പ്രതി ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖ്, സഹോദരൻ നിയാസ് എന്നിവർ ആക്രമിച്ചെന്നാണ് പരാതി. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പത്മകുമാർ പ്രതികരിച്ച രീതി ശരിയായില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നടത്തുന്ന പരസ്യ പ്രതികരണം വർഗശത്രുക്കൾക്ക് സഹായകരമാകരുത്. എല്ലാവരും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പത്മകുമാറിന്റെ വിമർശനം പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താകണമെന്നും AK ബാലൻ. CPIMൽ തന്നെ തുടരുമെന്ന പത്മകുമാർ പാർട്ടിയെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വീണ ജോർജിനെ മന്ത്രിയാക്കിയത് എതിർത്തിട്ടില്ല. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ സംഘടനാ പ്രവർത്തനവും പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നും പത്മകുമാർ പറഞ്ഞു. CPIM ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയായി മാറിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 17 അംഗ സെക്രട്ടേറിയറ്റിൽ ആകെ ഒരു വനിത മാത്രമാണ്. കമ്മിറ്റിയിൽ പട്ടികജാതിക്കാർ ആരുമില്ല. നേതൃത്വത്തിൽ പിണറായിക്കും മുഹമ്മദ് റിയാസിനും സ്തുതിപ്പെടുന്നവർ മാത്രമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പത്മകുമാർ വിഷയം അവരുടെ ആഭ്യന്തര കാര്യമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പരിഹസിച്ച് പാണക്കാട് സാധിക്കൽ ശിഹാബ് തങ്ങൾ. പലർക്കും പലരുടെയും സമ്മതമുണ്ടെങ്കിലേ പലതും ചെയ്യാൻ കഴിയൂവെന്നും ഇവിടെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലീഗിനെ മാടി വിളിക്കുകയാണെന്നും തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. എല്ലാവർക്കും ഉള്ളതുപോലെ ലീഗിനും സ്വപ്നങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിന് വർഗീയതയുണ്ടെന്ന് പറയുന്ന ശത്രുക്കൾക്ക് ഇതുവരെ തെളിവ് നൽകാൻ സാധിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മുസ്ലിം ലീഗ് സ്ഥാപക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PMA സലാം. ചൂരൽമലയിലും മുണ്ടക്കയിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും PMA സലാം പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം സഭയിൽ ഉന്നയിച്ച് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ. തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശമാർക്ക് കിട്ടുന്നില്ല. ഓണറേറിയം പലപ്പോഴും സമയത്ത് കിട്ടുന്നില്ല. രാജ്യത്താകെ ആശാവർക്കർമാർ പ്രതിസന്ധി നേരിടുന്നുവെന്നും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലാണെന്നും ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. സംസ്ഥാന BJPയുടെ പ്രവർത്തനത്തിൽ കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. കേന്ദ്രത്തിൽ നിന്നുമുള്ള നിരീക്ഷക അപരാജിത സെൻ MPയാണ് അതൃപ്തി അറിയിച്ചത്. ഐക്യമില്ലായ്മ വലിയ പരാജയമെന്നും വിമർശനം. മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയെന്ന് ശോഭ സുരേന്ദ്രൻ. പ്രസംഗങ്ങളിൽ മാത്രം സ്ത്രീപക്ഷം പറഞ്ഞാൽ പോരാ. BJP കേരളത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കാണിച്ചു കൊടുത്ത പാർട്ടിയെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ മയക്കുമരുന്ന് വ്യാപനവും ആക്രമണങ്ങളും തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ LDF UDF നേതൃത്വത്തിൽ അസ്വസ്ഥരാണെന്നും ജാവ്ദേക്കർ പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി അധിക്ഷേപം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആരായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി. അവധിയിലുള്ള ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട്
എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന് രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്കുള്ള പെൻഷന്റെയും ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പണമാണ് കുടിശ്ശികയാക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എം വിൻസെന്റ് MLA ആരോപിച്ചു. സർക്കാരിന് ഒരു കാര്യത്തിലും മുൻഗണന ഇല്ലെന്നും നിസ്സംഗത മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വിവിധ ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളികൾക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളുടെ കണക്കുകൾ നിയമസഭയിൽ നിരത്തി സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന് ഒരു കാര്യത്തിലും മുൻഗണന ഇല്ലെന്നും നിസ്സംഗത മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്നും പിൻവാതിൽ നിയമനങ്ങൾക്കാണ് സർക്കാർ അത് ചെയ്യാത്തതെന്നും ആരോപിച്ചു. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ ഹൈക്കോടതി ജഡ്ജ് A. ബദറുദ്ദീനെതിരായ കോടതി ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. അതേസമയം സംഘടനയുടെ അനുമതിയില്ലാതെ ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ മുതിർന്ന അഭിഭാഷകൻ ജോർജ് M. പൂന്തോട്ടത്തെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ജസ്റ്റിസ് ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്നും സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കാനും അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. SDPIക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നുവെന്ന വിവരം. SDPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം ED പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും ED നൽകുന്നുണ്ട്. SDPIയുടെ പല നേതാക്കളും NIAയുടെ നിരീക്ഷണത്തിലാണെന്നും വിവരമുണ്ട്. കാസർഗോഡ് പൈവളികയിലെ 15 വയസ്സുകാരിയുടെയും യുവാവിന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കമുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. കാസർഗോഡ് പൈവളികയിലെ 15-കാരിയുടെ മരണത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. VIP-യുടെ മകളായിരുന്നുവെങ്കിൽ അന്വേഷണം ഇത്ര വൈകുമായിരുന്നോ എന്ന് കോടതി ചോദിച്ചു. പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. 26 ദിവസം എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്നും കോടതി ചോദിച്ചു. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ലെന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കും. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഗതാഗത മന്ത്രിയെ അറിയിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ സ്റ്റിക്കർ നിർബന്ധമാക്കാനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചതോടെ ഓട്ടോ തൊഴിലാളികൾ നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിക്കുമെന്ന് അറിയിച്ചു. തൃശൂർ അതിരപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികളുടെ ലയത്തിലെ ശുചിമുറിയിൽ രാജവെമ്പാല വനപാലകരെത്തി രാജവെമ്പാലയെ പിടികൂടി. പാമ്പകപ്പെട്ടത് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളിയായ നാരായണന്റെ ലയത്തിലെ ഉപയോഗശൂന്യമായ ശുചിമുറി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ സാന്നിധ്യം. കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത്. റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മലപ്പുറം അമ്പാടി ഇറങ്ങിയ പുലിയെ കൂട് വെച്ച് പിടികൂടാൻ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഗുണം മമ്പാട് കാണാനുണ്ട്. വന്യജീവി ആക്രമണം മൂലമുള്ള നഷ്ടപരിഹാരത്തിനായി പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് ആലോചിക്കുമെന്നും വനം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മലപ്പുറം എടക്കരയിൽ വാഹനാപകടത്തിൽ യുവാവിന് പരിക്ക്. വഴിക്കടവ് സ്വദേശി സുനോജിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ഓമ്നി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിലിടിക്കുകയായിരുന്നു. കാസർഗോഡ് വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച കാർ കലുങ്കിലിടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ഒരാൾ മരിച്ചു. ബന്തെടുക്ക ഏണിയാട് സ്വദേശി ഉമ്മറാണ് മരിച്ചത്. കാർ യാത്രക്കാരായ സ്ത്രീകൾക്കുൾപ്പെടെ പരിക്കേറ്റു. കാർ ഡ്രൈവർ സന്തോഷിനെതിരെ പോലീസ് കേസെടുത്തു. പെരുന്തേനീച്ച കൂടുകൾ മൂലമുള്ള ഭീഷണിയിൽ ഇടുക്കി കജനാപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു.
കേരളത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിൽ മുന്നേറി തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്ത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി ശല്യം എളവള്ളിയിൽ രൂക്ഷമായിരുന്നു. 5 കാട്ടുപന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഇതോടെ അതിർത്തിയിൽ 150-ൽ പരം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ കവർച്ച. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും മോഷണം പോയി. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്ന അഹമ്മദ് നസീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ബേക്കലിൽ വൻ മയക്കുമരുന്ന് വേട്ട. 20 ഗ്രാം MDMA-യുമായി കുതിരക്കോട് സ്വദേശി നിസാം KA ബേക്കർ പോലീസിന്റെ പിടിയിലായി. വാഹന പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ച ഇയാളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. മലപ്പുറം മഞ്ചേരിയിൽ വീട്ടിൽ വെച്ച് മദ്യവിൽപ്പന നടത്തുന്നതിനിടയിൽ യുവാവിനെ എക്സൈസ് പിടികൂടി. ഏറനാട് സ്വദേശി ഷിജുവിനെയാണ് എക്സൈസ് പിടികൂടിയത്. വീട്ടിൽ നിന്നും 3.5 ലിറ്റർ മദ്യവും പിടികൂടി കസ്റ്റഡിയിലെടുത്തു. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. കഞ്ചാവ് കടത്തുന്നതിനിടെ യുവാവിനെ പിടികൂടി ആലപ്പുഴ കാർത്തികപ്പള്ളി എക്സൈസ് സംഘം. മാവേലിക്കര തുപ്പാശ്ശേരിയിൽ ജെയിംസ് ജോർജിനാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 450 ഗ്രാം കഞ്ചാവ് പിടികൂടി. പള്ളിപ്പാട് കോട്ടമുറി റോഡിൽ പറയങ്കേരി പാലത്തിന് സമീപം എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാളെ പിടികൂടി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ 4 അംഗ സംഘത്തിന്റെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം ജീവനക്കാരന്റെ ബൈക്കും ഷോപ്പിലെ ചില്ലും തകർത്ത ശേഷം കടന്നുകളഞ്ഞു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന അപ്പോളോ മെഡിക്കൽ ഷോപ്പിലായിരുന്നു ആക്രമണം. ലഹരി മരുന്ന് നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. തൃശൂർ മുള്ളൂർക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ കത്തിക്കുത്ത്. കുടുംബാംഗങ്ങൾക്ക് ഗുരുതര പരിക്ക്. സംഭവവുമായി ബന്ധപ്പെട്ട് മുള്ളൂർക്കര സ്വദേശി ഉമ്മറിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ചന്തപുരയിൽ ഫാർമ കെയറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോജോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 3 യുവാക്കൾ ജോജോയോട് സംസാരിക്കുകയും ശേഷം കൂട്ടത്തിലൊരാൾ മടങ്ങി വന്ന് ജോജോയെ ആക്രമിക്കുകയുമായിരുന്നു. തൃശൂർ പുത്തൂർ ചോച്ചേരി കുന്നത്തപ്പറമ്പിൽ തീപിടിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ചോച്ചേരി കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് താഴെയുള്ള പറമ്പിലാണ് തീ പടർന്നു പിടിച്ചത്. ക്ഷേത്രത്തിൽ പൂയ ആഘോഷത്തിന്റെ പരിപാടികൾ നടക്കുന്ന സമയത്താണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഇടുക്കി ശാന്തൻപാറയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ വാങ്ങി സൂക്ഷിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂപ്പാറ സ്വദേശി ബിജു മാണിയാണ് അറസ്റ്റിലായത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീടിന് സമീപത്ത് നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയ പ്രതി പിടിയിൽ. പാലക്കാട് കൊപ്പം ആമയൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഹക്കീമാണ് തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിലായത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. 1 കോടി 6 ലക്ഷം രൂപയാണ് ഇയാൾ പരാതിക്കാരനിൽ നിന്ന് തട്ടിയത്. സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സംസ്ഥാനത്ത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ റംസാൻ മാസത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. സംഭവത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റിപ്പോർട്ട് തേടി. പ്രാദേശിക സാഹചര്യം പരിഗണിക്കാതെയുള്ള നടപടിക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചയുടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടൂറിസത്തിന്റെ പേരിൽ അശ്ലീലം അനുവദിക്കില്ലെന്ന് ഹൂറിയത്ത് കോൺഫറൻസ് നേതാവ് മീർവേസ് ഉമർ ഫറൂഖും പ്രതികരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗ്ദീപ് ധൻഖറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു.
ശാരീരിക അസ്വസ്ഥ്യവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തെലങ്കാനയിലെ നാഗർ കൂർണൂലിൽ തകർന്ന തുരങ്കത്തിനകത്ത് നിന്ന് പുറത്തെടുത്ത മൃതദേഹം തിരിച്ചറിഞ്ഞു. പഞ്ചാബ് സ്വദേശിയായ എഞ്ചിനീയർ ഗുർപ്രീത് സിംഗിന്റെ മൃതദേഹമാണ് പുറത്തെടുത്തത്. SLBC തുരങ്കത്തിന്റെ ബോറിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. കുടുംബത്തിന് തെലങ്കാന സർക്കാർ 25 ലക്ഷം രൂപ ആശ്വാസധനം പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ് സിദ്ധിയിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 7 മരണം. ട്രക്കിലുണ്ടായിരുന്ന 14 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 9 പേരുടെ നില ഗുരുതരം. ട്രക്ക് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയെ വിവാഹശേഷം തുടർ പഠനത്തിന് അനുവദിക്കാത്തത് ക്രൂരതയെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. ജസ്റ്റിസ് വിവേക് റൂസിയ, ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗ് എന്നിവരടങ്ങുന്ന ഇൻഡോർ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. 12ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ ഭർത്താവും വീട്ടുകാരും തുടർ പഠനത്തിന് അനുവദിച്ചില്ലെന്നും വിവാഹമോചനം നൽകണമെന്നും ആവശ്യപ്പെട്ട് യുവതി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീറ്റ് UG 2025 പരീക്ഷയുടെ അപേക്ഷയിൽ ചൊവ്വാഴ്ച വരെ തെറ്റ് തിരുത്താം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയുടെ അപേക്ഷയിൽ മാർച്ച് 11 രാത്രി 11:50 വരെ തെറ്റ് തിരുത്താൻ അവസരം. വരുത്തുന്ന മാറ്റങ്ങൾ വഴി അപേക്ഷാ ഫീസിൽ വർധന ഉണ്ടാകുന്ന പക്ഷം ബാധകമായ ഫീസ് അടയ്ക്കണം. പെരുന്നാൾ അവധിക്കാലത്ത് ഉയർന്ന ടിക്കറ്റ് നിരക്കുമായി വിമാന കമ്പനികൾ. പെരുന്നാൾ അവധി അടക്കുമ്പോഴേക്കും എയർ ഇന്ത്യ, എക്സ്പ്രസ് അടക്കമുള്ള എല്ലാ വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ ഉയർത്തി. ചില വിമാന കമ്പനികൾ ഈ മാസം 18 മുതൽ തന്നെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 27, 28, 30 തീയതികളിലാണ് ഏറ്റവും ഉയർന്ന നിരക്കുകൾ ഈടാക്കുന്നത്. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ക്രിസ്റ്റിയ ഫ്രീലൻഡിനെ തോൽപ്പിച്ചു. വിജയം 86% വോട്ടുകൾ നേടി. നേരത്തെ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിരുന്നു. ലിബറൽ പാർട്ടി പ്രസിഡന്റ് സച്ചിത് മെഹ്റയാണ് കാർണിയുടെ വിജയം പ്രഖ്യാപിച്ചത്. 9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്, സഹയാത്രികൻ ബുച്ച് വിൽമോർ എന്നിവർ ഈ മാസം 16 ഭൂമിയിലേക്ക് മടങ്ങും. ഇക്കാര്യം നാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്പേസ് എക്സിന്റെ Q9 മിഷനിലാണ് ഇരുവരും മടങ്ങുന്നത്. ഹാംട്രാക്ക് മേയർ അമർ ഗാലിബിനെ കുവൈത്തിലേക്കുള്ള അമേരിക്കൻ സ്ഥാപതിയായി നിയമിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. ഗാലിബിന്റെ നിയമത്തിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും മിഷിഗണിലെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഗാലിബ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നതായും ട്രംപ്. ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതിനുള്ള ചർച്ചകൾ ദോഹയിൽ തുടങ്ങും. ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് 2ാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. സഹായം പൂർണ്ണമായും വിലക്കിയതിനു പുറമെ ഗസയ്ക്കുള്ള വൈദ്യുതി ബന്ധവും ഇസ്രായേൽ വിച്ഛേദിച്ചു. ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള വിലക്ക് ഇസ്രായേൽ 4 ദിവസത്തിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂതികൾ. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ തടയുകയാണെങ്കിൽ കപ്പലുകളെ ആക്രമിക്കുമെന്നും സൂചന. ഹൂതികൾ 2023 മുതൽ 100-ലധികം കപ്പലുകളെ ആക്രമിച്ചിരുന്നു. നാറ്റോ സഖ്യത്തിൽ നിന്ന് US പുറത്തുകടക്കണമെന്ന ഇലോൺ മസ്ക്. യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക പണം നൽകുന്നതിൽ അർത്ഥമില്ലെന്നും മസ്ക്. 32 അംഗ നാറ്റോ സഖ്യം ഏപ്രിലിൽ 76ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങവെയാണ് മസ്കിന്റെ പരാമർശം. പാകിസ്ഥാന് 200 കോടി വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചതായി പാകിസ്ഥാൻ ധനമന്ത്രിയുടെ ഉപദേഷ്ടാവ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിച്ചിരുന്നു. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ 1.5 ലക്ഷം സർക്കാർ ജോലികൾ പാകിസ്ഥാൻ നിർത്തലാക്കി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പൊതുവഴിയിൽ അനധികൃത മാലിന്യം തള്ളി മാലിന്യം നിക്ഷേപിച്ചത് പ്രദേശവാസിയായ കടക്കാരൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് 5000 രൂപ പിഴയൊടുക്കി.
കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ അസാപ്പ് കേരളയിൽ ജാപ്പനീസ് N5 കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പൂർണ്ണമായും ഓൺലൈനായി നടക്കുന്ന കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 2025 ഏപ്രിൽ 10 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ജനകീയ മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു. കാട്ടാക്കട പഞ്ചായത്തിൽ കിള്ളി മൈലാടിക്കുളത്തിലാണ് മത്സ്യകൃഷി നടന്നത്. വിളവെടുപ്പ് ഉദ്ഘാടനം MLA IB സതീഷ് നിർവഹിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ ജമാഅത്തെ ഇസ്ലാമി ഏരിയ ഖുർആൻ സമ്മേളനം സമാപിച്ചു. കുറ്റിപ്പുറം ഒലീവ് ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. വിജയമാണ് റമദാൻ എന്ന പ്രമേയത്തിലാണ് ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചത്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ ജനകീയ കവചം എന്ന പേരിൽ ജനകീയ സഭ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ജനകീയ കവചം സൃഷ്ടിക്കുക എന്ന സന്ദേശം നൽകിയാണ് സഭ സംഘടിപ്പിച്ചത്. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സഭ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെടുമുടി യൂണിറ്റ് വാർഷികം സംഘടിപ്പിച്ചു. പൂപ്പള്ളി കസ്തൂർബ വായനശാലയിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് R രേഖ അധ്യക്ഷത വഹിച്ചു. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു.